വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താന്ന് വെച്ചാ പറ, ഡു യു നോ മീ? യെസ്, നമ്മൾ നേരത്തെ ചെയ്ത ചലഞ്ച് പോലത്തെ ഒരു ചലഞ്ച് തന്നെയാണിത്. അതെ, ഇവൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതില് എന്റേത് ഇവളെഴുതാ, ഇവളുടേത് ഞാൻ എഴുതാം. നമ്മൾ നേരത്തെ ചെയ്ത ചലഞ്ചിന്റെ അതേപോലെ തന്നെയാണ്. പക്ഷെ ആർക്കാണ് കൂടുതല് മറ്റാളെ കുറിച്ച് അറിയാന്ന് ഇപ്പൊ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയില്ല. എന്നിട്ട് നമുക്ക് നോക്കി നോക്കാം ആർക്കാണ് മറ്റാളെ കുറിച്ച് കൂടുതൽ അറിയാന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിച്ചോ. ഡേറ്റ് ഓഫ് ബർത്ത്. അത് ഡേ എന്തായാലും അറിയണ്ടാവില്ല, അപ്പൊ മന്തും ഇയറും ഏകദേശം ഗസ് ചെയ്ത് എഴുതുക. കഴിഞ്ഞ പറഞ്ഞോ. നീ പറ. ജൂണ്. മെയ്യാ? എന്റെ ഒക്ടോബറാ? അല്ല, ഓഗസ്റ്റ്. 2001 അല്ലേ? ഞാൻ 2000. ഇയർ മാത്രം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഒരു അരമാർക്ക്. പക്ഷെ അങ്ങോട്ടും കൂടെ ഏകദേശം അടുത്തടുത്താണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. ഈ മാർച്ച്, മെയ്, ജൂൺ. ഈ ജൂണല്ലേ എഴുതിയുള്ളത്? ഞാൻ ജൂണ്. പിന്നെ 2 മാസത്തിന്റെ ഇതുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ അതിന് മാർക്കൊന്നും വേണ്ടല്ലോ? ഇല്ല, തെറ്റാ. ഇയറിന് മാത്രം മാർക്ക്. പക്ഷെ ഇയറിന് വേണമെങ്കിൽ കൊടുക്കാൻ നമുക്ക് അറിയാം, 1 വയസ്സിന്റെ ഡിഫറൻസ് ആണുള്ളത്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പറ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫേവറേറ്റ് ഫുഡ്. അതായത് സ്പൈസി ആണോ? അല്ല, എന്താണ് ഫുഡ്? ഫേവറേറ്റ് ഫുഡ്. പറയട്ടെ. ബിരിയാണി. മന്തി. എനിക്ക് മന്തി അല്ലേ? എനിക്ക് ബിരിയാണിയാ. പോടി. എനിക്കത് ബിരിയാണിയാണോ? എനിക്കിപ്പൊ മന്തി ഇഷ്ടം. തെറ്റിക്കോ. അടുത്തത്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഫേവറേറ്റ് കളർ. അയ്യോ, പറഞ്ഞോ. ബ്ലാക്ക്. എനിക്ക് ബ്ലാക്ക് ഇഷ്ടം. എനിക്ക് വൈറ്റാ? വൈറ്റ് ഇഷ്ടമാണ്. മാർക്കുണ്ടേ. മാർക്ക് കിട്ടോ? ഞാൻ എഴുതില്ല, ഞാൻ പറയത്. ഞാൻ ഡബ്ല്യൂന്ന് എഴുതാൻ നിൽക്കായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഫേവറേറ്റ് ടൈപ്പ് ഓഫ് ഡ്രസ്. അതായത് മോഡേൺ ആണോ ട്രഡീഷണൽ ആണോ? എനിക്ക് ട്രഡീഷണൽ. എനിക്ക് മോഡേൺ. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഫേവറേറ്റ് സബ്ജക്റ്റ്. ഒന്നും ഇഷ്ടല്ല. സത്യം. സോഷ്യൽ സയൻസ് ആണോ? എനിക്ക് സോഷ്യൽ സയൻസ് ഇഷ്ടം. നെക്സ്റ്റ്, സിക്സ്ത് ക്വസ്റ്റ്യൻ. ഹോബീസ്. ഹോബി. ഒരു ഹോബി എഴുതിയാ മതി. പറ. സ്ലീപ്പിംഗ്. ഞാൻ സ്ലീപ്പിംഗ് 2 എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് ഹിയറിംഗ് മ്യൂസിക്. ഈ പാട്ട് കേൾക്കാറില്ലേ? നിന്റെ സ്ലീപ്പിംഗ്. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ. ബർത്ത് സ്റ്റാർ. ബർത്ത് സ്റ്റാർ. പറ. രോഹിണിയാണോ? എനിക്ക് രേവതിയാ? അല്ല, ഉത്രട്ടാതി. ഞാൻ മകം. സൂപ്പർ. അത് ഞാൻ എന്നോട് ചോദിച്ചു കണക്ക് ചിലപ്പോ അറിയുണ്ടാവുന്ന്. മകം അറിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഫേവറേറ്റ് ടൈപ്പ് ഓഫ് ജ്വല്ലറി. വള, മാല, അങ്ങനത്തെ ഇതൊക്കെ.
ഇയറിങ്സ് ആണോ? ഇയറിങ്സ് ഇഷ്ടം. എനിക്ക് മാലയോ? മാലല്ല, എനിക്ക് ഇയറിങ്സ് അല്ല. അല്ല ഇയറിങ്സ് അല്ല അല്ലേ? എനിക്ക് മാലയാണ്. ഞാൻ മാല ഇടാറുണ്ടോ? ഇല്ല, എന്നാലും ഒന്നും ഇടാറില്ലല്ലോ. ഒന്നും ഇടാറില്ല. കൊഴപ്പില്ല, മാല എടുത്തോ. അടുത്ത് ഫേവറേറ്റ് വെഹിക്കിൾ? കാറ്, ബൈക്ക് അങ്ങനത്തെ ഒക്കെ. ബൈക്കാണോ? കാറാണോ? എനിക്ക് കാറാ ഇഷ്ടം. ബൈക്കൊന്നും ഇഷ്ടം പോലെടുത്ത് വിചാരിച്ചിട്ടല്ലേ? എനിക്ക് കാറാ. അത് തെറ്റാണേ. കേട്ടിട്ടുണ്ട്. 10. ഫേവറേറ്റ് ഗെയിം? ക്രിക്കറ്റ്, ഫുട്ബോള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഫുട്ബോൾ. 11ാമത്തെ ക്വസ്റ്റ്യൻ. ഫേവറേറ്റ് മേക്കപ്പ് പ്രൊഡക്റ്റ്? അതായത് 11ാമത്തെ അല്ല 10ാമത്തെ? 11ാമത്തെ ക്വസ്റ്റ്യൻ. മേക്കപ്പ് പ്രൊഡക്റ്റ് എന്താ വെച്ചാ എന്താ? ലിപ്സ്റ്റിക്ക്, ഐലൈനർ. എന്തിനാ വെറുതെ ലിപ്സ്റ്റിക്ക്. 2 ശരിയാണത്. അടുത്ത 12. ഇല്ല, 11 ക്വസ്റ്റ്യൻസാ? 11 എണ്ണാണ് ഇതിൽ അറിയാണ്ട് എഴുതിയിട്ടുള്ളത്. നോക്കി 11 ക്വസ്റ്റ്യൻസ്. അതിലിപ്പോ എത്ര മാർക്ക്? എനിക്ക് കൂടുതല്. പിന്നെ 1ാമത്തേത് തെറ്റ്, 2ാമത്തേത് എനിക്ക് മന്തി ഇഷ്ടം, നീ ബിരിയാണി എഴുതിയില്ലേ, അത് 2 തെറ്റ് തന്നെ. 3ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എനിക്ക് വൈറ്റ് ഇഷ്ടമാണ്. 4ാമത്തേത് മോഡേൺ. ഇത് എത്ര ഉണ്ടെന്ന് പറഞ്ഞാ മതി. 1 2 3 4 5 6 7 8. അപ്പൊ ശരി, രണ്ടാളെ കുറിച്ച് ഒരേപോലെയാണ് അറിയാം. അതെ. അപ്പൊ ഡു യു നോ മീ ബെറ്റർ എന്നുള്ളതില് 2 പേരും ജയിച്ചു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.